ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. സംസ്ഥാന നിയമസഭകൾ പാസാക്കി വിടുന്ന ബില്ലുകളിന്മേൽ ഗവർണർക്ക് തീരുമാനമെടുക്കുവാനുള്ള അധികാരത്തെയാണ് ആർട്ടിക്കിൾ 200 ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ 200 പറയുന്നതനുസരിച്ച് ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്കെത്തിയാൽ അതിന്മേൽ സാധ്യമായ വേഗത്തിൽ നടപടിയെടുത്തിരിക്കണം എന്നാണ്. എന്നാൽ ഈ സാധ്യമായ വേഗം എത്രയാണ് എന്ന് ഭരണഘടനയിൽ ഒരിടത്തും പരാമർശമില്ല. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് ഗവർണർമാർ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നത് അനന്തമായി ദീർഘിപ്പിക്കാറുണ്ട്. തമിഴ്നാട് ഗവർണർ 10 ബില്ലുകളാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. ഈ ജഡ്ജ്മെന്റിലൂടെ ഇത്തരം നടപടികൾ സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഒരു പ്രത്യേക ടൈം ഫ്രെയിം നിർണയിച്ച് നൽകുകയും ചെയ്തിരിക്കുകയാണ്. 3 മാസത്തിനകം ഗവർണർമാർ ഇനിമേലാൽ ബില്ലുകളിന്മേൽ തീരുമാനം എടുത്തിരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ്. ഇവിടെ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭരണഘടനയിൽ ഒരിടത്തും ഇത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് ഗവർണർമാരോട് നിർദ്ദേശിക്കാത്ത സ്ഥിതിക്ക് സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് അത് പറയുവാൻ സാധിക്കുക? സുപ്രീം കോടതിക്ക് ആരാണ് അങ്ങനെ ഒരു അധികാരം നൽകിയത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർമാർക്ക് ലഭിച്ചിരുന്ന ഈ പ്രത്യേക പരിരക്ഷയുടെ കരുത്തിനെ മറികടക്കാൻ സുപ്രീം കോടതി ഉപയോഗിച്ചതും നമ്മുടെ ഭരണഘടനയിലെ ഒരു വകുപ്പാണ്, ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 142 പ്രകാരം സമ്പൂർണ്ണ നീതി, കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾക്കുള്ള, പ്രത്യേക നിയമപ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നിയമത്തിൽ ഉണ്ടായി എന്ന് വരില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആർട്ടിക്കിൾ 142 സുപ്രീം കോടതി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ സിറ്റുവേഷനിൽ തന്നെ നോക്കുക. ഒരു പ്രത്യേക സമയം ഭരണഘടന അനുശാസിക്കുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക ടൈം ഫ്രെയിം ഉണ്ടാകേണ്ടത് നീതി നിർവഹണത്തിന് വളരെയധികം ആവശ്യമാണ്. അവിടെ സുപ്രീം കോടതി ഇടപെട്ടു ഒരു പ്രത്യേക സമയപരിധി നിശ്ചയിച്ച് നൽകി, അത്രമാത്രം.